Page number 40, Inamagon, a Chalcolithic settlement. Inamagon in Maharashtra is one of the largest Chalcolithic settlements in India. It has been estimated that at one time, about 1,000 people may have lived here. The settlement lasted for over 900 years, 1500 to 600 BCE. അതായത് ഇനാമഗോൺ എന്ന് പറഞ്ഞാൽ ഇൻ മഹാരാഷ്ട്രയിലെ ഒരു ചൽക്കോലിത്തിക് സെറ്റിൽമെന്റ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചൽക്കോലിത്തിക് സെറ്റിൽമെന്റ് ആയ ഇനാമഗോൺ എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് അറ്റ് വൺ ടൈം അബൌട്ട് 1,000 people lived there. ഏകദേശം 1000 ആൾക്കാരോളം അവിടെ ജീവിച്ചിരുന്നു. ഇനാമഗോൺ എന്ന് പറഞ്ഞാല് ഇനാമഗോൺ is in Maharashtra. It is one of the largest Chalcolithic settlement in India. Then about 1,000 people lived here. Then this settlement lasted for 900 years. It is about 1500 to 600 BC. 1500 BC മുതല് 1500 BC മുതല് 600 BC വരെ ഏകദേശം 900 വർഷം ഏതുണ്ടായിരുന്നു ഈ ചൽക്കോലിത്തിക് സെറ്റിൽമെന്റ്? ചൽക്കോലിത്തിക് ഇനാമഗോൺ എന്ന് പറയുന്നത്. ഇനാമഗോൺ എന്ന് പറയുന്ന ഈ ചൽക്കോലിത്തിക് സെറ്റിൽമെന്റ് മഹാരാഷ്ട്രയിലാണ്. ഏകദേശം 1000 ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നു. 1500 BC മുതൽ 900 BC വരെയാണ് ഇതിന്റെ കാലഘട്ടം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ, ആർക്കിയോളജിക്കൽ ഫൈൻഡ്സ്. As many as 134 mud houses have been excavated at Inamagon. Most are rectangular in shape, with only 1 or 2 rooms. One house, however, has 5 rooms. It may have been the house of the ruling chief. Next to this house is a granary. The chief may have collected grain from the farmers and stored it here. Ashwin, Justice, Sri Vishnu, Jiva, Vasudev. Camera on akiko. Ashwin. Vasudev. Okay. As many as 134 mud houses have been excavated at Inamagon. ഇനാമഗോണിൽ നിന്ന് ഏകദേശം 134 മഡ് ഹൗസസ് കണ്ടെത്തിയിട്ടുണ്ട്. മോസ്റ്റ് ആർ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. അതിന്റെയൊക്കെ ഷേപ്പ് എന്തായിരുന്നു? റെക്ടാങ്കുലർ ഷേപ്പിലുള്ള 134ഓളം മഡ് ഹൗസസ് ഇനാമഗോണിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിനൊക്കെ one house however has 5 rooms. എന്താ പറഞ്ഞേ? മോസ്റ്റ് ഓഫ് ദ mud houses are in rectangular shape with only 1 or 2 rooms. ഒന്നോ രണ്ടോ മുറികളില്ല റെക്ടാങ്കുലർ ഷേപ്പിലുള്ള വീടായിരുന്നു കൂടുതലും അവിടെ ഉണ്ടായിരുന്നത്. മാത്രല്ല one house however has 5 rooms. Then it may have been the house of the ruling chief. ഒരു വീടിന് എന്തുണ്ടാവും? 5 റൂം ഉണ്ടാവും. ആ വീട് ആരുടെയാ? It may have been the house of the ruling chief. അവിടുത്തെ ഭരണാധികാരിയുടെ വീടായിരിക്കും 5 റൂം ഉള്ളത്. Then next to this house is a granary. ആ വീടിനടുത്ത് എന്തുണ്ട്? ഗ്രാനറി ഉണ്ട്. ഗ്രാനറിയിലാണ് എന്ത് ചെയ്യാ? ഫാർമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ധാന്യങ്ങൾ ശേഖരിക്കുന്ന ഗ്രാനറിയും വീടിനോട് ചേർന്ന് ഉണ്ടാവും. പിന്നെയാണ് പറഞ്ഞത് ഇനാമഗോൺ is in Maharashtra. It is the one of the largest Chalcolithic settlement in India. It is about 1,000 people lived here. Then this settlement lasted about 9,900 years. That is 1,500 to 600 BCE. Then archaeological finds, it may have or in Inamagon about 134 mud houses are excavated there. Most of the houses are in 1 or 2 rooms. Then one house, that is the house of ruling chief. It is about 5 rooms. അല്ലെ? 5 റൂമുള്ള ഒരു വീട്. അതാരുടെയാ? നമ്മുടെ അവിടുത്തെ ഭരണാധികാരിയുടെ ആയിരിക്കും. പിന്നെ അതുമല്ല, next to the house is a granary. Granary is the building. അല്ലെ? Granary is the building to collect the crops from the farmers. ഫാർമേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗ്രെയിൻസ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ഗ്രാനറി. അപ്പൊ വീടിനോട് ചേർന്ന് എന്തുണ്ടാവും? ഗ്രാനറിയും ഉണ്ടാവും.
Then oval-shaped pits have been found inside most houses. These pits may have been used to cook food. Similar pits have also been found outside some houses. It suggests that people may have done some of their cooking outdoors. Storage pits and storage bins have also been found. എന്താ പറഞ്ഞേ? ഓവൽ ഷേപ്ഡ് പിറ്റ്സ്. പിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പിറ്റ് എന്ന് പറഞ്ഞാല്? കുഴിയാണോ? യെസ്. ഇപ്പൊ പിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുഴികളാണ്. ഓവൽ ഷേപ്പിലുള്ള പിറ്റുകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. വീടിനകത്ത് ഓവൽ ഷേപ്പിലുള്ള പിറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പിറ്റ്സ് എന്തിനാ അവർ യൂസ് ചെയ്തത്? These pits have been to cook food. Have been used to cook food. ഭക്ഷണം പാകം ചെയ്യാനാണ് ഈ പിറ്റ്സ്. വീടിനകത്ത് ഇവർ നിർമ്മിച്ചിട്ടുള്ള ഈ പിറ്റ്സ് അവർ യൂസ് ചെയ്യുന്നത് ഭക്ഷണം കുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. It suggests that people may have done some of their cooking outdoors. Storage pits and storage bins have also been found. അതുപോലെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് പിറ്റ്സും പിന്നെയോ സ്റ്റോറേജ് ബിൻസും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ വീടിന്റെ പ്രത്യേകത ഇതാണ്. വീടിനകത്ത് some houses, in some houses oval shaped pits are found there. These oval shaped pits used to cook food. Then പിന്നെ പറഞ്ഞ എന്താണ്? സ്റ്റോറേജ് pits and storage bins also excavated there, also found there. Clear? Next paragraph. Archaeologists have found a lot of pottery and stone tools at Inamagan. Most of the pots are red in color. Some have black designs on them. Stone tools may have been used to chop trees, pound meat, and skin animals. എന്താ പറഞ്ഞേ? ആർക്കിയോളജിസ്റ്റ് അവിടെ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? Archaeologists have found a lot of pottery and stone tools. മൺപാത്രങ്ങൾ, പോട്ടറിയും അതുപോലെ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, കല്ലുകൊണ്ടുള്ള ടൂൾസും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദ പോട്ട്സ് ആർ ഇൻ റെഡ് കളർ. അതിന്റെ കൂടുതൽ പോട്ട്സിന്റെ കളർ എന്തായിരുന്നു? റെഡ് കളർ. മോസ്റ്റ് ഓഫ് ദ പോട്ട്സ് ആർ റെഡ് ഇൻ കളർ. Then some have black designs on them. കൂടുതൽ മൺപാത്രങ്ങളും കൂടുതൽ പോട്ടറീസും റെഡ് കളറിൽ ആയിരുന്നു. മാത്രല്ല കൂടുതൽ റെഡ് കളറിലുള്ള പോട്ടറീസിന്റെ മുകളിൽ എന്തുണ്ട്? ബ്ലാക്ക് ഡിസൈൻസ്. ചിലതിന്റെയൊക്കെ മുകളിൽ ബ്ലാക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. Then stone tools may have been used to chop trees. ഈ സ്റ്റോൺ ടൂൾസ് എന്തിനാ യൂസ് ചെയ്തവര്? ചോപ്പ് ട്രീസ്, മരങ്ങൾ ചോപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ പൗണ്ട് മീറ്റ്, ഇറച്ചി വെട്ടാൻ വേണ്ടി. സ്കിൻ ആനിമൽസ്, ആനിമൽസിന്റെ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പൊ ആർക്കിയോളജിസ്റ്റ് ഫൗണ്ട് എ ലോട്ട് ഓഫ് pottery and stone tools in Inamagon. At Inamagon, most of the potteries are red in color. Then some of them have black designs on them. Then these stone tools are used to chop the trees, then pound the meat and skin animals. Clear? Next paragraph. The people of Inamagon made artifacts of copper. They may have obtained copper from Rajasthan. However, only a few tools, drills, tongs, fish hooks, arrowheads, and ornaments, beads, bangles, anklets of copper have been found at the site. Perhaps it means that copper was not easily available. The people of Inamagon made artifacts of copper. ഇനാമഗോണിലെ ജനങ്ങൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്? കോപ്പർ കൊണ്ടുള്ള ആർട്ടിഫാക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. They have obtained copper from Rajasthan. അവർക്ക് എവിടുന്ന കോപ്പർ കിട്ടിയത്? കോപ്പർ എവിടുന്ന് കളക്ട് ചെയ്തവര്? രാജസ്ഥാനിൽ നിന്ന്. However, only a few tools, കുറച്ച് ഉപകരണങ്ങള്, ഡ്രിൽസ്, ടോങ്സ്, ഫിഷ് ഹൂക്സ്, ആരോഹെഡ്സ്, and ornaments ആയ ബീഡ്സ്, ബാംഗിൾസ്, ആംഗ്ലെറ്റ്സ് of copper have been found at the site. അപ്പൊ കുറെ സാധനങ്ങള്, കുറെ ആർട്ടിഫാക്ട്സ് ഈ ഇനാമഗോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കോപ്പർ കൊണ്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ. കോപ്പർ അവർക്ക് കിട്ടിയത് രാജസ്ഥാനിൽ നിന്നാണ്. പിന്നെ കോപ്പർ ടൂൾസ് such as ഡ്രിൽസ്, ടോങ്സ്, ഫിഷ് ഹൂക്ക്, arrowheads. Then ornaments such as beads, bangles, anklets. These things are found at Inamagon. Clear?
Then beads made of terracotta, semi-precious stones and ivory have also been found. Some beads are made from seashells. These suggest that people of Inamagon traded with the people in other parts of the country. എന്താ പറഞ്ഞേ? beads made of terracotta. മുത്തുകൾ അല്ലെങ്കിൽ beads എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേ? ടെറാക്കോട്ട ഉപയോഗിച്ച്. പിന്നെ സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് ഐവറി. ഐവറി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഐവറി എന്ന് പറഞ്ഞാല്? ജുവാന, വസുദേവ്, ശ്രീവിഷ്ണു, ആരോമൽ, ജീവ, എന്താ ഐവറി എന്ന് പറഞ്ഞാല്? എന്താണ് ജസ്റ്റിസ് ഐവറി എന്ന് പറഞ്ഞാല്? എന്താ ഐവറി എന്ന് പറഞ്ഞാല് മക്കളെ? ആനക്കൊമ്പാണോ? ജസ്റ്റിസേ, എന്താ ഐവറി എന്ന് പറഞ്ഞ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ എന്താ ജുവാന? ഒന്നുകൂടെ പറയോ? ഐവറി എന്ന് പറഞ്ഞാൽ എന്താ? IVORY, ഐവറി. മറ്റേ അറിയായിരുന്നു, മറന്നുപോയി. ഐവറി എന്താ? അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് നോക്ക് കേട്ടോ. ഐവറി ചെറിയ ക്ലാസ് അടക്കം നിങ്ങൾ പഠിക്കുന്ന LKG UKG മുതൽ പഠിക്കുന്ന വാക്കാണ് ഐവറി. ജസ്റ്റിസ് നോക്കിയില്ലേ? ഇല്ല, ജസ്റ്റിസ് നോക്കി പറയേണ്ട സമയമായല്ലോ നെറ്റില്. ഓക്കെ, എന്താ ഐവറി എന്ന് കണ്ടുപിടിക്കട്ടോ. ഐവറി കുഞ്ഞു ക്ലാസ്സിൽ എനിക്കൊന്ന് LKG UKG മുതൽ മറ്റു പഠിക്കുന്ന വാക്കാണ് ഐവറി. എന്താ ഹരി ഐവറി എന്ന് പറഞ്ഞാല്? അറിയില്ല, അടി. Yes, then beads made of terracotta, semi-precious stones and ivory have been also found. Some beads are made from seashells. അതായത് ബീഡ്സ് ഉണ്ടാക്കിയത്, കൂടുതൽ ബീഡ്സ് ഉണ്ടാക്കിയത് ഇതിൽ നിന്നാ? seashells നിന്നാണ്. This suggests that people of Inamagon traded with people in other parts of the country. അപ്പൊ മനസ്സിലായി എന്താ? ഇനാമഗോണിലെ ജനങ്ങള് നമ്മുടെ രാജ്യത്തിലെ പല ഭാഗങ്ങളുമായി അവർക്ക് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. So beads made of terracotta, semi-precious stones, ivory also found there. Then some of the beads are made in seashells. Then numerous terracotta figures have been found at Inamagon. Some had been baked and hardened in clay ovens. Some of the animals figures have been toys, while others may have had a religious significance. Many figures of the bull have been found. People probably worship the bull. Perhaps they also worship a female goddess. In one of the burial sites, archaeologists found a clay bull along with a female figure. എന്താ പറഞ്ഞേ? എന്താ ജുവാന? മിസ്, ഐവറി എന്ന് പറഞ്ഞ ആനക്കൊമ്പല്ലേ? അതല്ല നിങ്ങളോട് ഞാൻ ചോദിച്ച ആനക്കൊമ്പാണോന്ന്. കുഞ്ഞു ക്ലാസ്സിൽ UKG മറ്റേ പഠിക്കുന്ന UKG 1 ഉണ്ട് ജസ്റ്റിസേ. ഓക്കെ, ഇപ്പൊ പറയണേ ന്യൂമറസ് ടെറാക്കോട്ട ഫിഗേഴ്സ്. അവർ ന്യൂമറസ് ടെറാക്കോട്ട ഫിഗേഴ്സ് ഈ നാമകോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഈ സം ഹാഡ് ബീൻ ബേക്ക്ഡ് ആൻഡ് ഹാർഡൻഡ് ഇൻ ക്ലേ ഓവൻസ്. അതായത് കൂടുതൽ എന്താണ്? ക്ലേ ഓവൻസിലെ അല്ലെ, അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. ബേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ബേക്ക് ചെയ്യാന്ന് പറഞ്ഞാലേ? ചുട്ടെടുക്കുക അല്ലെ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ. പിന്നെ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്. Seeds and thousands of animal bones are amongst the other important finds. These give us an idea of the kind of food that people ate and how they obtained it. Crops such as wheat, barley, lentils, peas, gram and beans were grown. Meat, fish, dairy products were also part of the daily diet. ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു. ബുള്ളിന്റെ
ബുള്ളിന്റെ രൂപം, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ബുള്ളിന്റെ രൂപം ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ബുള്ള് എന്ന് പറയുന്നവർ എന്തായി കണക്കാക്കുന്ന ബുള്ളിനെ? അതായത് ബുള്ളിനെ അവര് ആരാധിക്കുന്നുണ്ട്, ബുള്ളിനെ അവര് ദൈവമായി ആരാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ബുള്ളിന്റെ ഒരുപാട് കളിമൺ പ്രതിമകള് ഈ ഇനാമകോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു സീഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ആനിമൽ ബോൺസ് ആർ എമംഗസ് ദ അതർ പാർട്സ് ഇമ്പോർട്ടന്റ് ഫൈൻഡ്. പിന്നെ വിത്തുകൾ, സീഡ്സും ആനിമലിന്റെ എല്ലും ഇത്രയും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പറയണേ ക്രോപ്സ് സച്ച് ആസ് വീറ്റ്, ബാർലി, ലെന്റിൽസ്, പീസ്, ഗ്രാം, ബീൻസ് വർ ഗ്രോൺ. മീറ്റ്, ഫിഷ് ആൻഡ് ഡയറി പ്രോഡക്ട്സ് വർ ഓൾസോ ദ പാർട്ട് ഓഫ് ദ ഡെയിലി ഡയറ്റ്. അപ്പം ഈ എല്ലാ വിളകളും തന്നെ അവിടെ കൃഷി ചെയ്തിരുന്നു. മാത്രമല്ല ഇറച്ചി, മീനും പിന്നെയോ പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ അവരുടെ ഡെയിലി ഡയറ്റിൽ പെട്ടതായിരുന്നു. ഇനാമകോണിലെ ജനങ്ങള് പാലും മുട്ട ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് സാരം. മനസ്സിലായോ? ഇനാമകോണിൽ നമ്മൾ എന്താ പറഞ്ഞേ? ഇനാമകോൺ in Maharashtra. It is one of the largest Chalcolithic settlements in India. Then it is about 1,000 people lived there. പിന്നെ the settlements lasted about 900 years. It is about 1500 to 600 BCE. Then archaeological finds 134 mud houses excavated there. Most of the houses have only 2 rooms. പിന്നെ ചീഫ്, അവിടുത്തെ റൂളിംഗ് ചീഫിന്റെ വീടിന് മാത്രം 5 റൂം ഉണ്ടാവും. മാത്രമല്ല അതിനോട് ചേർന്നതിന്റെ ഒരു ഗ്രാനറിയും ഉണ്ട്. പിന്നെ ഓവൽ ഷേപ്ഡ് പിറ്റ്സ് ആർ ഫൗണ്ട് ദർ. ദീസ് ഓവൽ ഷേപ്ഡ് പിറ്റ്സ് യൂസ്ഡ് ടു കുക്ക് ഫുഡ്. പിന്നെന്താ പറഞ്ഞേ? ആർക്കിയോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് potteries and stone tools at Inamagon. Then most of the potteries are in red in color. Some of them have designed with black. പിന്നെ tools are used to chop trees, pound meat and skin animals. എന്താ പറഞ്ഞേ? beads made of terracotta, semi-precious stone, ivory also found there. പിന്നെ terracotta figures have been found at Inamagon. അശ്വിനെ ചെണ്ട കൊട്ടാനല്ല പറഞ്ഞത്. പിന്നെ ടെറാക്കോട്ട ഫിഗേഴ്സ്, അതുകൊണ്ട് അവര് ബുള്ള് അല്ലെ, ക്ലേ ഉപയോഗിച്ച് ബുള്ളിന്റെ ഒരു രൂപം, ബുള്ളിന്റെ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബുള്ള് എന്ന് പറഞ്ഞവര് വർഷിപ്പ് ചെയ്യുന്നു, ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഇതാണ് ഏത്? ബുള്ള്. ഓക്കെ, വായിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്. എല്ലാരും ക്യാമറ ഓഫ് ആക്കി. അശ്വിൻ, വായിച്ചോ?
വായിച്ചില്ലേ? ഓക്കെ, ലാസ്റ്റ് വൺ ഡിക്ലൈൻ. Decline നോക്ക്. In the last phase of the settlement, the people of Inamagon seemed to have been facing problems. There was a decline in farming, which may have been due to a shortage of rainfall or a decrease in the fertility of the soil. People began relying more on hunting and gathering food. There was also a change in the way houses were constructed. Instead of rectangular houses, we find small circular huts. അപ്പൊ ലാസ്റ്റ്, അതായത് നമ്മൾ പറഞ്ഞു 1500 BC മുതൽ 600 BC വരെയാണ് ഏത് ഈ ഇനാമഗോൺ സെറ്റിൽമെന്റ് അല്ലെ. 1500 to 600 BC. It is about 900 years. അപ്പൊ ലാസ്റ്റ് phase of the settlement, the people of Inamagon seemed or faced many problems. അപ്പൊ എന്തായി, ലാസ്റ്റ് ആയപ്പോ ഏകദേശം 600 BC യോടായപ്പോ ഈ ഇനാമഗോണിലെ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ തുടങ്ങി. They were facing many problems. Many problems such as decline in farming, അതായത് ഫാമിംഗ്, കൃഷിയിൽ തകർച്ച സംഭവിച്ചു. പിന്നെയോ കൃഷിയിൽ തകർച്ച വരാനുള്ള കാരണം എന്താ? ഷോർട്ടേജ് ഓഫ് റെയിൻഫോൾ, മഴയുടെ ലഭ്യത, മഴ കുറഞ്ഞു. അതുപോലെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ലാസ്റ്റ് phase of the Inamagon settlement, the people were facing many problems. Important problem is the decline farming, then shortage of rainfall, മഴ കുറഞ്ഞു, then fertility of soil, lack of fertility of soil. Then അപ്പൊ ഇതാണ് എന്ത് ഇനാമഗോൺ സെറ്റിൽമെന്റ് തകരാനുള്ള കാരണം. മനസ്സിലായോ? അശ്വിനി ഈ ലെസൺ മുഴുവൻ ഞാൻ എഴുതിക്കും, തമാശ കളിച്ചിട്ടുണ്ടെങ്കിൽ. ഇനാമഗോൺ സെറ്റിൽമെന്റിന്റെ ലാസ്റ്റ് ഫേസില് ഇനാമഗോൺ സെറ്റിൽമെന്റ് തകരാൻ തുടങ്ങി. തകരാനുള്ള കാരണം ഡിക്ലൈൻ ഇൻ ഫാമിംഗ്, ലാക്ക് ഓഫ് റെയിൻഫോൾ, ദെൻ ഡിക്രീസ് ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. അതുകൊണ്ട് അതോടുകൂടി അവർ ഉണ്ടാക്കാൻ തുടങ്ങി. They changed in the way houses were constructed. അപ്പൊ അത്രയും നാള് അവരുടെ ഹൗസസ് റെക്ടാങ്കുലർ ഷേപ്പിലായിരുന്നു. അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെക്ടാങ്കുലർ ഷേപ്പിലായിരുന്നു ഹൗസ് ഉണ്ടായിരുന്നത്. അതിന് പകരം റെക്ടാങ്കുലർ ഷേപ്പിന് പകരം അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഫൈൻഡ് സ്മോൾ സർക്കുലർ ഹട്ട്സ്. റെക്ടാങ്കുലർ ഷേപ്പിൽ ഉള്ള ഹൗസ് ഒക്കെ മാറ്റി അവര് സർക്കുലർ ഹട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി. മനസ്സിലായോ? മക്കളെ? Next, the megaliths. Last one, the megaliths. The word megalith literally means big stones. At many places in the Deccan, South India, the Northeast and the Northwest, especially Kashmir, huge stone boulders have been found. They are generally arranged in a circular pattern. They were perhaps used to mark graves or burial sites. These stone boulders are called megaliths. The megaliths മെഗാലിത്ത് എന്ന വാക്കുണ്ടായത്, മെഗാലിത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബിഗ് സ്റ്റോൺസ് എന്നാണ്. മെഗാലിത്ത് മീൻസ് ബിഗ് സ്റ്റോൺസ്. അറ്റ് മെനി പ്ലേസസ് ഇൻ ദ ഡെക്കാൻ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ്, എസ്പെഷ്യലി കാശ്മീർ. എന്താ പറഞ്ഞേ? ഡെക്കാനിലെ, അതുപോലെ സൗത്ത് ഇന്ത്യയിലെ, നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ആയ കാശ്മീരില്, പിന്നെ ഹ്യൂജ് സ്റ്റോൺ ബോൾഡേഴ്സ് ഹാവ് ബീൻ ഫൗണ്ട്. എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഡെക്കാനിലും അതുപോലെ സൗത്ത് ഇന്ത്യയിലൊക്കെ അവര് സ്റ്റോൺ ബോൾഡേഴ്സ്, വലിയ സ്റ്റോൺ ബോൾഡേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. They are generally arranged in a circular pattern. They were perhaps used to mark graves or burial sites. ഇതിനാ യൂസ് ചെയ്തത്? Used to mark graves or burial sites. Burial sites ഉം ഗ്രേവ്സിനൊക്കെ ഗ്രേവ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ഇത് യൂസ് ചെയ്തിരുന്നത്. ഇതിനെയാണ് എന്ത് പറയാ? ദീ സ്റ്റോൺ ബോൾഡേഴ്സ്. ഇങ്ങനെയുള്ള സ്റ്റോൺ ബോൾഡേഴ്സിന് പറയുന്ന പേരാണ് മെഗാലിത്ത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്താ വേർഡ് മെഗാലിത്ത്? മെഗാലിത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം
ബിഗ് സ്റ്റോൺസ് എന്നാണ്, വലിയ കല്ലുകൾ. അതായത് നമ്മുടെ ഡെക്കാനില്, സൗത്ത് ഇന്ത്യയില്, കാശ്മീരിലൊക്കെ വലിയ വലിയ സ്റ്റോൺ ബോൾഡേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റോൺ ബോൾഡേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോൺ ബോൾഡേഴ്സ്, ഈ സ്റ്റോൺ ബോൾഡേഴ്സ് എന്തിനാ യൂസ് ചെയ്യാ? ബെറിയൽ സൈറ്റ്സ്, നമ്മുടെ കുഴിച്ചെടുക്കുന്ന സ്ഥലമില്ലേ, ആ ബെറിയൽ സൈറ്റ്സും അതുപോലെ എൻഗ്രേവ്സ് ഗ്രേവ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി, ബെറിയൽ സൈറ്റ്സും ഗ്രേവ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്റ്റോൺ ബോൾഡേഴ്സ് യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള സ്റ്റോൺ ബോൾഡേഴ്സിന് പറയുന്ന പേരാണെന്ത്? മെഗാലിത്സ്. ഒന്നുകൂടെ പറയാം. വേർഡ് മെഗാലിത്ത് മീൻസ് ബിഗ് സ്റ്റോൺസ്, then Deccan, South India, then Kashmir. In these places, some huge stone boulders are found there. Then these stone boulders used to mark engraves or burial sites. These stone boulders are known as megaliths. ഇവരാണ് എന്ത് പറയാ? മെഗാലിത്സ് എന്ന് പറയാം. എന്താണ് മെഗാലിത്സ്? മനസ്സിലായില്ലേ? ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കിയോ നിങ്ങൾ തന്നെ? ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്. ചെറിയ പാടാണ്, പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കുക. അത് അടുത്ത ക്ലാസ്സിൽ, അതായത് ഇനി എപ്പോഴാ? 11:30. എപ്പോഴാ ഉള്ളത് അടുത്ത ക്ലാസ്? എപ്പോഴാ ഹരി അടുത്ത ക്ലാസ്സില്? അപ്പൊ അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ. വായിച്ചു നോക്കണേ. ടെക്സ്റ്റ് നന്നായി വായിക്കണം. ഇത് ചെറിയൊരു ലെസൺ, അപ്പൊ നന്നായി വായിക്കാം. അടുത്ത ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക, നമ്മുടെ ആനുവൽ എക്സാം വരുന്നത്, അടുത്ത സെമസ്റ്റർ എക്സാം വരുന്നത് റിട്ടൺ എക്സാം ആണേ. റിട്ടൺ എക്സാം ആണ്. മാത്രല്ല വൺ വേർഡ്സ് അല്ല, നമ്മൾ ഇത്രയും നാൾ ഉള്ള പോലെ ലിങ്ക് അല്ല, പിന്നെ അതുപോലെ വൺ വേർഡ്സ് മാത്രല്ല, ക്വസ്റ്റ്യൻ ആൻസറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും എല്ലാം വരും. നിങ്ങൾ എഴുതേണ്ടതുമാണ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. Okay, bye bye. See you in the next class.